ഹലോ ഗൈസ്, അപ്പോൾ സൈലം IASന്റെ ഭാഗമായിട്ട് ഒരു UPSC ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ UPSC ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സർവീസ് എക്സാം സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു UPSC ആസ്പിറൻ്റ് ആണെങ്കിൽ നമ്മൾ സിവിൽ സർവീസ് പഠിക്കുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള കുറച്ച് കോർ സ്കില്ലുകളുണ്ട്. കോർ സ്കില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ NCERTസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഒരു റിവിഷൻ നടത്തേണ്ടതായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കുറേയധികം സ്കില്ലുകൾ ഉള്ളപ്പോഴാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ഭാഗങ്ങളെ പറ്റിയിട്ടൊരു അറിവില്ലായ്മ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ എങ്ങനെയാണ് വായിക്കേണ്ടത്, എന്തൊക്കെയാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ UPSCയുടെ സിലബസ് എക്സാക്ട്ലി എന്താണ്, അല്ലെങ്കിൽ ഒരു ഡെയിലി സ്കെഡ്യൂള് ഒരു ഐഡിയൽ ആസ്പിരൻറ്റിന് എങ്ങനെയായിരിക്കണം, ഈ രീതിയിലുള്ള കുറേയധികം തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മകൾ, മിത്തുകൾ, ക്ലാരിറ്റി കുറവ് കുട്ടികൾക്ക് ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെ വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സൈലം IASന്റെ UPSC ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 2 വീക്ക് വർക്ക്ഷോപ്പ് സീരീസ് ആണ്, 2 വീക്ക് പ്രോഗ്രാമാണ്. അതിൽ ആൾട്ടർനേറ്റ് ഡേയ്സിലായിട്ടായിരിക്കും ക്ലാസ്സസ് ഉണ്ടാകുക. അതിൽ 20-ാം തീയതി 20th നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് UPSC എക്സാം ഓറിയൻറ്റേഷൻ ആണ്. UPSC എക്സാം ഓറിയൻറ്റേഷനോടൊപ്പം തന്നെ സൈലം IASന്റെ ഓഫ്ലൈൻ ബാച്ച് എങ്ങനെയാണ് റൺ ചെയ്യാന്നുള്ളതും അതിൻ്റെ കൂട്ടത്തിൽ പരാമർശിക്കുന്നുണ്ടാവും. പക്ഷെ മേജർലി നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ടാവുക UPSCയുടെ എക്സാംസിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഈ ഓരോ ഘട്ടങ്ങളും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, ഈ ഓരോ സ്റ്റേജസിനെയും എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ 20th നടക്കുന്ന പ്രോഗ്രാമിൽ മൺഡേയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. രാവിലെ 10 മണിക്കാണ് സെഷൻ തുടങ്ങുക. ഇതേപോലെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ 2 വീക്സ് ആണ് പ്രോഗ്രാം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ വെനസ്ഡേയിൽ നോക്കൂ, വെനസ്ഡേയിൽ നമുക്ക് പ്രോഗ്രാം വരുന്നത് സുനി സാറിൻ്റെ ആണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം സംസാരിക്കുന്നത് സിലബസ് ബ്രീഫിങ്ങിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് ഉണ്ട്. സിലബസ് കുറച്ച് വാസ്റ്റാണ്, കുറച്ച് കോംപ്ലക്സ് ആണ്. പല പല സബ്ജക്റ്റായിട്ട് പല പല പേപ്പറുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഈ സിലബസ് ബ്രീഫിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തേഴ്സ്ഡേയിൽ നമുക്ക് വരുന്നത് ഹൗ ടു സ്കെഡ്യൂൾ ദി പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു 1 ഇയർ സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടത്. നമുക്കൊരു ലോങ് ടൈം സ്ട്രാറ്റജി വേണം. വി നീഡ് എ മിഡ് ടൈം സ്ട്രാറ്റജി ആൻഡ് വി നീഡ് എ ഷോർട്ട് ടൈം സ്ട്രാറ്റജി, അല്ലേ? നമുക്കൊരു ലോങ് ടൈം എക്സാമാണ്, റിസൾട്ട് വരുമ്പോഴേക്കും 2 ഇയർ കഴിയുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ നമ്മൾ ലോങ് ടൈമിലും കാണേണ്ടതുണ്ട്, ഷോർട്ട് ടൈമിലും കാണേണ്ടതുണ്ട്, ഒരു മിഡ് ടൈമിലും കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഒരു ഡേ ടു ഡേ ബേസിസിൽ എങ്ങനെയാണ് ഒരു UPSC ആസ്പിരൻറ്റ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. എത്ര അവേഴ്സ് പഠിക്കണം, ഒരു ദിവസം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സമയം മാറ്റിവെക്കേണ്ടത്, റിവിഷൻ എങ്ങനെ ചെയ്യണം, റീകോൾ എങ്ങനെ ചെയ്യണം, ക്ലാസ്സസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ഒരു ബ്ലൂ പ്രിൻറ്റ് ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെഷൻ വരുന്നത് നെക്സ്റ്റ് വീക്കാണ്. നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേയിൽ സെഷൻ കൈകാര്യം ചെയ്യുന്നത് അക്ഷയ് സാറാണ്. അക്ഷയ് സാറിൻ്റെ ഈ സെഷൻ ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്. നിങ്ങൾക്കറിയാം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് എക്സാമിനപ്പുറത്തോട്ട് ഇൻ്റർവ്യൂവിനാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നൊരു ഭാഗമാണ്. പക്ഷെ പലപ്പോഴും കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൽ ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്റ്റാർട്ടിങ് ഫ്രം വെദർ ടു റീഡ് ന്യൂസ് പേപ്പർ ഓർ നോട്ട്. പല ആളുകൾക്കുമുള്ളൊരു വലിയൊരു സംശയമാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കണോ എന്ന് മുതൽ എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കണം, എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ് ലുക്കൗട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അക്ഷയ് സാറിൻ്റെ ഈ സെഷനിൽ പറയുന്നുണ്ടാവും. പിന്നീട് വെനസ്ഡേ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് NCERTs എന്നുള്ളതാണ്. നിങ്ങൾ പ്രിപ്പറേഷനിൽ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും കേൾക്കുന്നുണ്ട് UPSC പ്രിപ്പറേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് NCERTs ആണെന്ന്. പക്ഷെ എന്താണ് എക്സാക്ട്ലി NCERTസിൻ്റെ ഇമ്പോർട്ടൻസ്, എത്രമാത്രം ചോദ്യങ്ങളാണ് NCERT ബുക്കിൽ നിന്ന് വരുന്നത്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് NCERTs കൊണ്ട് മാത്രം UPSCക്ക് എത്ര മാർക്ക് കിട്ടും, NCERT നമ്മൾ എങ്ങനെയാണ് UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നടത്തേണ്ടത്,
ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നന്ദു സാറാണ്. വളരെ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും NCERTക്ക് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് എന്താണെന്നുള്ളത് നന്ദു സാറ് സംസാരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് തേഴ്സ്ഡേ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് അപ്രോച്ച് ടു പ്രിലിംസ് ആണ്. നിങ്ങൾക്കറിയാം പ്രിലിംസിന് അറൗണ്ട് 6 lakh സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ 6 lakh സ്റ്റുഡൻസിൽ അറൗണ്ട് ഒരു 15,000 സ്റ്റുഡൻസ് മാത്രമാണ് അൾട്ടിമേറ്റ്ലി മെയിൻസ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഏറ്റവും വലിയ എലിമിനേഷൻ നടക്കുന്നത് നമ്മുടെ പ്രിലിംസിൻ്റെ സ്റ്റേജിലാണ്. ഈ പ്രിലിംസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട്, നമ്മൾ 4 ഓപ്ഷൻസ് തന്നിട്ട് ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ട എക്സാം ആയതുകൊണ്ട് ആൻസർ നമ്മുടെ മുന്നിലുണ്ട്. ആ മുന്നിലുള്ള ആൻസർ നമ്മൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഒരു മെമ്മറിയുടെ അപ്പുറത്തോട്ട് ആ 4 നിന്ന് ഒരെണ്ണം നമുക്ക് എങ്ങനെ ബുദ്ധിപൂർവ്വം കണ്ടെത്താമെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് ഹാർഡ് വർക്ക്, ബട്ട് ഇറ്റ്സ് ഓൾസോ അബൌട്ട് സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡിയുടെ ബേസിസിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അതിനപ്പുറം ഒരു സ്മാർട്ട് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്മാർട്ട് വർക്ക് എങ്ങനെ എക്സാക്ട്ലി ചെയ്യാം എന്നുള്ളതാണ് അപ്രോച്ച് ടു പ്രിലിംസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ സുനി സാറ് പറഞ്ഞു തരിക. എങ്ങനെ നിങ്ങൾ പ്രിലിംസിന് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ പ്രിലിംസ് എക്സാമിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെയാണ് ലോജിക്കലി പ്രിലിംസിന് ഒരു അഡീഷണൽ എഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതേപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് സുനി സാർ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഈ 2 week കോഴ്സ് എന്ന് പറയുന്നത് ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡ് മൈൻ ആണ്. നിങ്ങൾക്ക് കുറേ നാളായിട്ട് ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ഈ ഒരൊറ്റ സെഷനോട് കൂടിയിട്ട് ദൂരീകരിക്കപ്പെടുന്നുണ്ടാവും. വാച്ച് ഔട്ട് ഫോർ ഇറ്റ്. എന്താണെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടതാണ്, ഒരിക്കലും മിസ്സാകരുത്. നിങ്ങൾ ഒരു ആസ്പിരന്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും കേൾക്കേണ്ട സെഷനായിട്ട് തന്നെയാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കേണ്ടത്. See you all in the classes. Thank you.